എടോ ഞാൻ പുള്ളുപിടിച്ചല്ല, സത്യമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇയാള് വിചാരിക്കുന്ന ആളൊന്നുമല്ല അവള്, ഒന്നൊന്നര സംഭവം. എന്നാ പിന്നെ സംഭവം പറഞ്ഞോട്ട് തന്നവിടെ നിന്നോ, ഞാൻ പോവാ, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ, നിക്കവിടെ, ഞാൻ പറയട്ടെ. എന്താ? എന്താ അത്? വീട്ടിലിടാൻ തനിക്കൊരു ഫ്രോക്കാ. ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെ എനിക്ക് തരാലോ. ലച്ചുവിന്റെ കൂടെ ഷോപ്പിൽ കയറിയപ്പോ അവിടെ ഡമ്മിയിൽ ഈ ഡിസൈൻ കിടക്കുന്നു. തന്നെ പോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള ഡമ്മിയാ, സുന്ദരിക്കുട്ടി, കഴുത്തൊക്കെ നീണ്ട് സ്ലിം ആയൊരു ഡമ്മി. അപ്പോൾ ഞാൻ കടയിൽ വെറുതെ ചോദിച്ചു, ഈ ഫ്രോക്കിന്റെ സെയിം പെയർ ഉണ്ടോന്ന്. അങ്ങനെ വാങ്ങിച്ചതാ. ഇഷ്ടപ്പെട്ടോ നോക്ക്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാലേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രിയിൽ ഡ്രസ് ഇട്ട് തന്നെ എനിക്കൊന്ന് കാണണം. തനിക്ക് നന്നായിട്ട് ചേരും, അതുകൊണ്ട്. ആമി, 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 നീ ആ ടർക്കി നിർത്തേ. ദത്തേട്ടാ, 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 ദാ ടർക്കി, ദത്തേട്ടാ, ദാ ടർക്കി. എന്താ ദത്തേട്ടാ? ഒന്നുമില്ല, നീ കൂടെ വന്നേ. ആമി, ഞാൻ പറയാം, കാര്യം പറയട്ടെ. ആമി, ആരെങ്കിലും കാണും ദത്തേട്ടാ. എന്തി കാണിക്കുന്നേ? നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്നത്തോടെ തരാം കേട്ടാ. ആമി ചേച്ചി പറഞ്ഞതാ. ദത്തേട്ടാ, ലച്ചു, ഞാൻ കുളിക്കുക. ദത്തേട്ടൻ പെട്ടെന്ന് ഇറങ്ങുമോ? അല്ല, അത് എടി ഞാൻ കേറിയതേ ഉള്ളൂ, താമസിക്കും. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, വേഗം വാ. ഈശ്വരനി എന്ത് ചെയ്യും നമ്മൾ ഇനി എങ്ങനെ പുറത്തിറങ്ങും? ലച്ചു, നീ പൊക്കോ, ഞാൻ ഇറങ്ങിട്ട് നിന്നെ വിളിക്കാം. സാരല്ല ദത്തേട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മി, അവള് പോകുന്ന ലക്ഷണമില്ല, നമ്മൾ ആകെ നാറിപ്പോവല്ലോ. ആമിയേട്ടത്തെ എന്തേ ദത്തേട്ടാ? ലച്ചു, അത് ലച്ചു, അവളവിടെ അടുക്കളയുടെ അവിടെ വല്ലതും കാണും. ആകെ കൊളായി. എന്താ? എടി ഒന്നുമില്ല, വഴിക്ക് വീഴാൻ പോയതാ. സാരല്ല ഏട്ടാ, സാരല്ല. ഓ, ഞാൻ പോയേക്കാം. പോവാണോ? ഓക്കെ. പതിയെ സാവകാശം രണ്ടുപേരും കൂടെ കുളിച്ചിട്ട് ഇറങ്ങിയാ മതി. ഞാനേ ഏട്ടനൊരു ഗിഫ്റ്റും കൊണ്ട് വന്നതാ. അതാ മേശപ്പുറത്ത് വെച്ചേക്കാം കേട്ടോ. അല്ല, അത് ലച്ചു. ഓ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. പതിയെ കുളിച്ചിട്ട് ഇറങ്ങിയാ മതി. ഞാൻ പോവാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ലച്ചു.
നിനക്ക് സമാധാനമായല്ലോ അല്ലേ? അത് ശരി, ഇപ്പൊ ഞാനായോ പ്രതി? മര്യാദക്ക് ടർക്കിയും കൊണ്ടുവന്ന് എന്നെ അകത്തേക്ക് പിടിച്ചു കയറ്റിയത് നിങ്ങളല്ലേ? ശ്ശെ, എടി അതിന് നീ എന്തിനാണ് നിലവിളിച്ചത്? അത് പാറ്റ. പാറ്റട നിന്റെ ഞാൻ പറയുന്നില്ല. അങ്ങനങ്ങ് പോയാലോ? ഏതായാലും നനഞ്ഞു. എന്നാ പിന്നെ നമുക്ക് കുളിച്ച് കേറിയാലോ? ഇടൂല തെത്തേട്ടാ. ഈ മനുഷ്യൻ നാണല്ലോ. നാണോ ഇല്ല? നാണോ ഉണ്ടല്ലോ. ആമി എന്താ മോളെ, കിടന്നില്ലേ? ഇല്ല. മോക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വല്ല ജ്യൂസോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും? ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടോ ചേട്ടത്തി? ഉണ്ടല്ലോ. കുങ്കുമപ്പൂ ഇട്ടോ ഗ്ലാസ് എടുക്കട്ടെ? എനിക്കല്ല, ആദിക്ക് വേണ്ടിയാ. എക്സാം ആയതുകൊണ്ട് ഉറക്കൊളിച്ച് പഠിക്കോ. ഓ അങ്ങനെ. എന്നാ പിന്നെ ഏലക്കായിട്ട് കാച്ചി നല്ല മധുരം കൂട്ടി ഒരു ഗ്ലാസ് പാലെടുക്കാം. അതാവുമ്പം ഉറക്കം പമ്പ കിടക്കും. അയ്യോ ചേട്ടത്തി ബുദ്ധിമുട്ടുണ്ട, ഞാൻ ചെയ്തോളാം. ഇതെന്താ പതിവില്ലാതെ ഇങ്ങനൊരു പൂതി? അല്ല, ചേട്ടത്തിയുടെ പണി നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതല്ലല്ലോ ഉള്ളിലുള്ള വിചാരം. അല്ല, മത്സരം വരുമ്പോ സ്നേഹം കൂടുമല്ലേ? മത്സരോ? എന്ത് മത്സരം? എന്തെങ്കിലും ആകട്ടെ. പാല് ദേ ഇരിക്കുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ തുടങ്ങിയതാ. ഏലക്ക അതേ ഇരിക്കുന്നു. എന്താ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കുപ്പിവള കീലക്കീലിങ്ങണല്ലോ. എന്താ? ഓ, ഞാനൊരു പാട്ട് പാടിയതാ. കാൽത്തളകൾ കീലക്കീലിങ്ങണല്ലോ. കരളിന്റെ കരളെ പറയാമോ, ഞാനൊന്നു കൂടെ പോന്നോട്ടെ. താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്കു വേണ്ടി. നാണം വരുമ്പോ മോളെ കാണാൻ ഭയങ്കര സുന്ദരിയാ. ഇപ്പൊ ആദിമോനോട് മോക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടല്ലേ? എനിക്ക് എപ്പോഴും ആദ്യയുടെ സ്നേഹം തന്നെയാണല്ലോ. അല്ലെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇപ്പൊ കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടല്ലേ? അല്ലെങ്കിൽ ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിക്കണമെന്ന് തോന്നുന്നുണ്ട്? ഏയ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ മോളെ വന്നത്. ദേ ഈ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാവും. ആണുങ്ങൾ പൊതുവെ പാവത്താന്മാരാ. അവരെപ്പോഴും കൊതിക്കുന്നതേ നമ്മുടെ സ്നേഹവും പരിചരണമോ. ഒരുപാടൊന്നും വേണ്ട, വെറുതെ ഒന്ന് തൊട്ട് തലോടിയാ മതി. പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ അവര് നമ്മുടെ ഓരം ചേർന്ന് നിൽക്കും. ചോദിക്കുന്നത് എന്ത് വാങ്ങിത്തരും. ചങ്ക് പോലും പറിച്ച് കൈ വെച്ച് തരും. അതാണ് ആണുങ്ങളുടെ മനഃശാസ്ത്രം. ആ, ചൂടാറുന്നതിന് മുമ്പേ കൊണ്ടു കൊടുക്ക്. എന്റെ കർത്താവേ, ഈ കുട്ടികൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണേ. ഇനിത് കുടിച്ചിട്ട് പഠിക്ക്. എന്താ? ഏലക്കായിട്ട് തിളപ്പിച്ച പാല. ഉറക്കം വരാതിരിക്കാൻ നല്ലതാ. ആ, ഉറക്കം വരാതിരിക്കാൻ ഞാൻ വേറൊരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ? നോക്ക്. അയ്യോ ഇതെന്താ? ഇങ്ങനെ ഉരുളിയിൽ വെള്ളത്തിൽ കാലിട്ട് വെച്ചാ ഉറക്കം വരില്ല. എന്നാ പിന്നെ കണ്ണില് കുറച്ച് ഈർക്കലും കൂടി കുത്തിവെക്കായിരുന്നു, കണ്ണടഞ്ഞു പോവാതിരിക്കാനേ. ഓ, താൻ ഏതായാലും പാല് കുടിക്കേ.